ഇത് ബ്ലാക്ക് സുറിനാം ചെറി വേണ്ടാ. ഇത് പ്രാവശ്യം നിറച്ച് കായകൾ ഉണ്ടായിട്ടുണ്ട്. ആദ്യം തന്നെ കായകൾ ഉണ്ടാകണത് ഒരു പച്ച നിറത്തിലാണ്. പിന്നെ അത് കളർ ചേഞ്ച് വന്ന് ഒരു യെല്ലോ കളറാവും, ഇളം യെല്ലോ. അത് കഴിഞ്ഞിട്ട് ഇതേ ഇങ്ങനെ ഓറഞ്ച് കളറാവും, പിന്നെ റെഡാവും. വേണ്ടാ, റെഡായിട്ട് പിന്നെ അത് ബ്ലാക്ക് കളറിലേക്ക് വരും. അപ്പോഴാണ് നല്ല മധുരം ഉണ്ടാവുക. റെഡ് കളറാകുമ്പോൾ തന്നെ മധുരം ഉണ്ടാവും, എന്നാലും നേരിയൊരു മധുരം ഉണ്ടാവുള്ളൂ. പിന്നെ തൊലിക്ക് ഇതിൻ്റെ ഒരു വേറൊരു മുളകിൻ്റെ എന്തൊക്കെയോ ഒരു ടേസ്റ്റ് വരും ഉണ്ടാവും. എരിവൊന്നുമില്ല അങ്ങനെ. അപ്പോൾ ഇത് കണ്ട, അപ്പോൾ ഇത് ചെറിയ കായകളുണ്ട് കണ്ടില്ലേ. ഇത് ചെറിയ കായ, പിന്നെ അതിലും കുറച്ച് വലുത്, പിന്നെ കുറച്ചും കൂടി വലുതായത് കണ്ടില്ലേ. പിന്നെ റെഡ് കളറ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഞാനിതൊരു പ്ലാസ്റ്റിക് ബക്കറ്റിലാണ് നട്ടിട്ടുള്ളത്. ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. ഇത് കാണാനും നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഒരു ഷേപ്പ് കണ്ട, ഇങ്ങനെ അതിൻ്റെ ഒരു പ്രത്യേക ഒരു ഷേപ്പാണത്. അപ്പോൾ നമ്മൾ വീട്ടിൽ നട്ട് വളർത്താൻ പറ്റിയ നല്ലൊരു ചെറിയാണ് സുറിനാം ചെറി. വലിയവർക്ക് അത്രയ്ക്ക് ഇഷ്ടമാവണമെന്നില്ല, കുട്ടികൾക്ക് ഇത് എന്തായാലും ഇഷ്ടമാവും. ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നത് നമ്മളുടെ വീട്ടുമുറ്റത്ത് തന്നെ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കാണാനും നല്ല ഭംഗിയാണ്.